നമസ്കാരം. എൻ്റെ പേര് മോഹൻ. MC രാജ് ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുമപെറ്റ മലയാളം നാട്ടിൽ തനിക്ക് എവിടെയെല്ലാം ഇരിക്കണമെന്ന് തോന്നുന്നുവോ അവിടെയെല്ലാം കുടികൊള്ളുവാൻ ശ്രീ പരമേശ്വരൻ തന്നെ ദേവി ഭദ്രയോട് അരുളി ചെയ്തതായിട്ടാണ് ഐതിഹ്യം. മലയാളക്കരയുള്ളവർ നിന്നെ കുടിയിരുത്തി മാല, വിളക്കുകൾ, കോലച്ചാർത്ത്, താലപ്പൊലി, പാട്ട്, കൂത്ത്, വേലകളി, കളമെഴുത്ത്, ശ്രീബലി, ഉടവാളെഴുന്നത്ത് തുടങ്ങിയുള്ള കാലാകാലങ്ങളിൽ നൽകി വരുന്ന സേവന വിധികൾ സ്വീകരിച്ച് നാടിനും നാട്ടാർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകി വിളങ്ങിയിടുവാനാണ് ഭഗവാന്റെ ആജ്ഞ. അങ്ങനെ ഭഗവാൻ പരമശിവന്റെ ആജ്ഞ അനുസരിച്ച് ഞങ്ങളുടെ ഗ്രാമത്തിൽ വിളങ്ങിയിടുന്ന ശ്രീ കുണ്ടാമഴി അമ്മയുടെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ചെറിയ വീഡിയോ കാണാം. കുംഭമാസത്തിലെ പൂരം നാളിൽ തൃക്കൊടിയേറി ശേഷം തിരുമുടി പുറത്തെഴുന്നള്ളിച്ച് പച്ചപ്പന്തലിൽ ഇരുത്തിപ്പൂജയും തുടർന്ന് പാടിക്കുടിയിരുത്തി പൂജയും തുടങ്ങുന്നതോടുകൂടി ഉത്സവത്തിന് തുടക്കമായി. 10 ദിവസം മുതൽ 13 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവം. അതായത് 3 വർഷത്തിലൊരിക്കൽ ദിക്കുബലി മഹോത്സവമാണ്. അത് അമ്മ തൻ്റെ പ്രിയ ഭക്തജനങ്ങളെ തൃക്കൺ പാർക്കാൻ 4 ദിക്കുകളിലും എഴുന്നള്ളും. ആയതിനാലാണ് ഈ വർഷങ്ങളിൽ ഉത്സവം 13 ദിവസത്തിലധികം വരുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും അലങ്കാര ദീപാരാധനയും കളങ്കാവലും വിശേഷാൽ പൂജകളുമായി നീണ്ടു നിൽക്കുന്ന ഉത്സവ ദിനങ്ങൾ, കൂടാതെ വിവിധ ഇനം കലാപരിപാടികളും അതോടൊപ്പം വിവിധ സംഘടനകളുടെ സാന്നിധ്യവും. അതിൽ മേലത്തുമുക്ക് ബ്രദേഴ്സിൻ്റെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. കൂടാതെ ജാതിമതഭേദമന്യേ നല്ലവരായ നാട്ടുകാരുടെ സാന്നിധ്യവും ഉത്സാഹവും ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു. ഉത്സവത്തിൻ്റെ അവസാനം പൊങ്കാല, തുടർന്ന് അതിഗംഭീരമായി നടത്തപ്പെടുന്ന താലപ്പൊലി ഘോഷയാത്ര. അതായത് നമ്മുടെ നാടും നാട്ടുകാരും ശ്രീ കുണ്ടാമൊഴി അമ്മയ്ക്ക് സമർപ്പിക്കുന്ന താലപ്പൊലി ഘോഷയാത്ര ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ശ്രീ മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് നാട്ടുകാരുടെ നിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ക്ഷേത്രത്തിലേക്ക് വരുന്ന കുണ്ടാമൊഴി അമ്മയുടെ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് മികവേകാൻ മുത്തുകുട ഏന്തിയ നമ്മുടെ ബാലന്മാർ, നാടൻ കലാരൂപങ്ങൾ, വർണ്ണശബലമായ ഫ്ലോട്ടുകൾ, കൂടാതെ വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടി സേവിക്കുന്നു. ഇവയെല്ലാം എതിരേൽപ്പ് നടത്തിയ ശേഷം നടക്കുന്ന പ്രത്യേക കളങ്കാവലും ഇതെല്ലാം കാണേണ്ട കാഴ്ച തന്നെയാണ്. അത് കഴിഞ്ഞ് തൃക്കൊടി ഇറക്കി ഗുരുതി തർപ്പണം കഴിഞ്ഞ ശേഷം തുടർന്ന് ആറാട്ടിനായി തിരുമുടി എഴുന്നള്ളുന്നു. എഴുന്നള്ളത്ത് കഴിഞ്ഞ് തിരിച്ച് തിരുമുടി അകത്തെഴുന്നള്ളിച്ച് പൂജ കഴിയുന്നതോടുകൂടി ആ വർഷത്തെ ഉത്സവത്തിന് സമാനം കുറിക്കുന്നു. ശേഷം നാട്ടുകാരുടെ നീണ്ട കാത്തിരിപ്പ് അടുത്ത വർഷത്തെ ഉത്സവത്തിനായി. വ്രതമനുഷ്ഠിച്ച് ശുദ്ധവൃത്തിയായി മനസ്സർപ്പിച്ച് അമ്മയുടെ നടയിൽ പൊങ്കാലയിടാൻ വരുന്ന ഭക്തർക്ക് അമ്മയുടെ നടയിലെ ക്ഷേത്ര പണ്ടാര അടുപ്പിൽ നിന്ന് തീ പകർന്നു നൽകുന്നതോടുകൂടി പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കുന്നു. ജഗദീശ്വരിയും ആദിപരാശക്തിയും സർവ്വ അനുഗ്രഹദായിനിയും പിന്നെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയുമായ ശ്രീ കുണ്ടാമൊഴി അമ്മയ്ക്ക് അങ്ങനെ ശ്രീ ഭക്തരുടെ മനസ്സായ അടുപ്പിലെ ചൂടേറ്റ് പൊങ്കാല തിളച്ച് മറിയുമ്പോൾ ഭക്തരുടെ മനസ്സിലെ സങ്കടങ്ങളും ഭയപ്പാടും മാറ്റി അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിച്ച് അവർക്ക് സർവ്വ ഐശ്വര്യം കൊടുക്കാൻ അവരുടെ അമ്മ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന്